ആദ്യമൊക്കെ എനിക്ക് കുറച്ചൊക്കെ മടിയുള്ള കാര്യമാണെങ്കിലും ഇപ്പോൾ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഏട്ടന് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനും അങ്ങ് കൂടെ കൂടി ചെയ്ത് ഇപ്പോൾ എനിക്കും ചെറിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വാക്ക് ഇൻ ക്ലോസറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് IKEA ഇന്ന് പാക്ക് സിസ്റ്റം ഓർഡർ ചെയ്തു. അതിനെ ഇന്ന് ഫിക്സ് ചെയ്യാനുള്ള ഭഗീരഥ പ്രയത്നം നടത്താൻ പോകുകയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ മടിച്ചായി പോയതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തരുമ്പോൾ മനസ്സിലാവും. കാരണം കാണുന്ന പോലെ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഒരു ദിവസം മൊത്തം ഈ ഒരു കാര്യം ചെയ്തു തീർക്കാൻ, ഏതാണ്ട് ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് വേണ്ടി വന്നു. പിന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നീടുള്ള ദിവസങ്ങളും വേണ്ടി വന്നു. ഈ വീട് ഞങ്ങൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇവിടെ ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് എന്തായാലും ചെയ്യണം എന്നൊരു പ്ലാൻ മൈൻഡിലുണ്ടായിരുന്നു. ആപ്റ്റായിട്ടുള്ള ഒരു റൂമിനെ തന്നെ ഞങ്ങൾ ചൂസ് ചെയ്ത് ആ റൂമിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയി. പിന്നീട് വീട് വാങ്ങുന്ന വരെയുള്ള ഒരു നീണ്ട ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈം അത്രയും ഞങ്ങൾ ഈ റൂമിനെ എങ്ങനെ ഒരു വാക്ക് ഇൻ ക്ലോസറ്റായിട്ട് ഡിസൈൻ ചെയ്യാം, എവിടെയൊക്കെ കബോർഡ്സിനെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്ത് ഏട്ടൻ ആ സമയം തൊട്ടേ IKEAയിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ട പാർട്സ് എല്ലാം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കാർട്ടിലിട്ട് വെച്ച് വീട്ടിലേക്ക് മാറുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് തന്നെ ഡെലിവറി എടുത്തുകൊണ്ട് സാധനങ്ങൾ ഞങ്ങളുടെ റൂമിനടുത്ത് തന്നെ എത്തിക്കിട്ടി എന്നുള്ളത് മാത്രമാണ് കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നുള്ള കാര്യം. ഇത്രയൊക്കെ പാക്കേജസ് ഇവിടെ എത്തിയിട്ടും ഇതിൽ ഞങ്ങളുടെ 2 ഷെൽഫ് മിസ്സിംഗ് ആയിരുന്നു. പിന്നീട് ഞങ്ങൾ അതെടുക്കാൻ വേണ്ടി വീണ്ടും IKEA വരെ പോകേണ്ടി വന്നു. പക്ഷെ അത് അടുത്ത ദിവസം ഞങ്ങൾ പോയിട്ട് പിക്കപ്പ് ചെയ്തതാണ്. ഇന്നത്തെ ദിവസം മൊത്തം